അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. അരോഗദൃഢഗാത്രനും സുന്ദരനും പ്രസന്നവദനുമായ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ 31-ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. 37-ാം വയസ്സിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. ഹ്രസ്വമായ കാലം, കേവലം 6 വർഷം അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്ത സേവനങ്ങൾ മഹത്തരമായിരുന്നു. ഒരിക്കൽ കയ്യിൽ ചാട്ടുളിയുമായി ക്രോധം സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ മദീനയിലെ ആ ജനനേതാവ് തൻ്റെ പിതൃ സഹോദരിയുടെ പുത്രനായ അസ്അദ് ബിൻ സുറാറയുടെ ഭവനത്തിലേക്ക് കയറി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൂതനായ മിസ്ബർ റളിയല്ലാഹു അൻഹു മദീനയിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചുകൊണ്ട് അവിടെയാണ് ഉണ്ടായിരുന്നത്. മദീന നിവാസികൾ അവരുടെ പൂർവിക വിശ്വാസാചാരങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ഒരു പുത്തൻ പ്രസ്ഥാനത്തിൽ അണിനിർത്താൻ വന്ന നവാഗതനെ പിരടിക്ക് പിടിച്ച് പുറന്തള്ളാനും അങ്ങനെ പൂർവിക വിശ്വാസാചാരങ്ങൾ സംരക്ഷിക്കാനുമായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. മിസ്ബർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം തട്ടിക്കയറി. സുസ്മേരവദനായ മിസ്ബർ റളിയല്ലാഹു അൻഹു സഅദിനോട് ഒരു നിമിഷം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. തൗഹീദിന്റെ മാസ്മര ശക്തി സഅദിന്റെ സിരകളെ ശീതളമാക്കി തീർത്തു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ദൂരെ എറിഞ്ഞു. മിസ്അബിന്റെ കയ്യിൽ പിടിച്ച് ആശ്ലേഷിച്ചു. ഇസ്ലാം സ്വീകരിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മതപരിവർത്തനം മദീനയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു. വളരെയധികം പേർ അദ്ദേഹത്തെ പിന്തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മദീനയിൽ അഭയം തേടിയ ശേഷം സഅദിന്റെ ഗോത്രമായ ബനു അബ്ദുൽ അഷ്അൽ മുഹാജിറുകൾക്ക് കയ്യും കണക്കുമില്ലാത്ത സാമ്പത്തിക സഹായം നൽകി. അവരുടെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി നിർലോഭം ചിലവഴിച്ചു. ബദർ യുദ്ധം സമാഗതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികളെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു. അൻസാരികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, പറയൂ, നിങ്ങളുടെ അഭിപ്രായം കേൾക്കട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ അങ്ങിൽ വിശ്വാസം അർപ്പിച്ചു. അങ്ങ് ഞങ്ങൾക്ക് സമർപ്പിച്ചത് പരിപൂർണ സത്യമാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അതിനുവേണ്ടി സർവസ്വവും അർപ്പണം ചെയ്യാനുള്ള ഉറപ്പും ഞങ്ങൾ അങ്ങയ്ക്ക് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിച്ചിടത്തേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കണം. ഞങ്ങൾ കൂടെ ഉണ്ടാകും. അഗാധമായ ഒരു പരാവാരത്തിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ കൂടെ നിസ്സങ്കോചം അതിൻ്റെ ആഴത്തിലേക്ക് ഓടിയിടും. ശത്രുക്കളെ നേരിടുന്നതിൽ ഞങ്ങൾ ഒട്ടും ഭീരുക്കളല്ല. യുദ്ധക്കളത്തിൽ ക്ഷമാശീലരായിരിക്കും. അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സമരമുഖത്ത് ഞങ്ങളെ അങ്ങ് കാണുന്ന പക്ഷം അങ്ങയുടെ കൺകുളിർക്കാൻ അത് ഇടയായി തീർന്നേക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങളെ നയിച്ചാലും. വേണ്ടി പ്രഖ്യാപനം കേട്ട് അള്ളാഹുവിന്റെ റസൂൽ അങ്ങേയറ്റം സന്തുഷ്ടനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുന്നേറുക, വിജയം സുനിശ്ചിതമാണ്. അള്ളാഹു രണ്ടിലൊരു വിഭാഗത്തെ എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഖുറൈശി പ്രമുഖരുടെ പതനം ഞാനിതാ നോക്കിക്കാണുന്നു.
ഉഹദ് രണാങ്കണത്തിൽ ശത്രു സൈന്യം പിന്നിലൂടെ ആഞ്ഞടിക്കുകയും മുസ്ലിങ്ങൾ അണിചിതറുകയും ചെയ്ത നിർണായക ഘട്ടത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പാദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ആണിയടിച്ച പോലെ ഉറപ്പിച്ചു നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു. ഖന്തക് യുദ്ധത്തിന് ശത്രുക്കൾ വട്ടം കൂട്ടി പ്രസ്തുത സമരം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നു. ഉഹദ് യുദ്ധത്തിന് ശേഷം പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും മദീനയിൽ കഴിയുകയായിരുന്നു. തദ്ദേശീയരായ ജൂതന്മാർ രഹസ്യമായി മക്കയിലെത്തി ഖുറൈശി പ്രമുഖരെ സമീപിച്ചു. ഒരു പുതിയ സമരത്തിന് അവരെ പ്രേരിപ്പിച്ചു. മദീനയിലെ ജൂതഗോത്രമായ ബനൂ ഖുറൈളയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സമാധാന കരാർ അന്ന് നിലവിലുണ്ടായിരുന്നു. പ്രസ്തുത കരാറിന്റെ ലംഘനമായിരുന്നു അത്. ഖുറൈശികൾ സർവ്വസന്നാഹങ്ങളോടും കൂടി മദീനയെ പുറത്തു നിന്ന് ആക്രമിക്കാനും തക്കം നോക്കി ജൂതർ മദീനയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനുമായിരുന്നു പ്ലാന്. തീരുമാനമനുസരിച്ച് ഖുറൈശികൾ യുദ്ധത്തിന് പുറപ്പെട്ടു. വഴിമധ്യേ മറ്റൊരു ഗോത്രമായ ഗതുഫാൻ ഗോത്രക്കാരും ഖുറൈശികളെ അനുഗമിച്ചു. ശത്രു സൈന്യത്തിന്റെ പടപ്പുറപ്പാറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളെ വിളിച്ച് കൂടിയാലോചന നടത്തുകയും പ്രതിരോധത്തിന് വട്ടം കൂട്ടുകയും ചെയ്തു. ബനൂ ഖുറൈളയുടെ നിലപാട് സൂക്ഷ്മമായി അറിഞ്ഞു വരാൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെയും ഗോത്രത്തിന്റെ നേതാവായ കഅബ് ബിൻ അസദിന്റെ അടുത്തേക്ക് അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൂതന്മാരെ കണ്ട മാത്രയിൽ കഅബ് അവരോട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളും മുഹമ്മദും തമ്മിൽ യാതൊരു കരാർ ഇപ്പം നിലവിലില്ല. അനിവാര്യമായ ഒരു യുദ്ധത്തിൽ നിന്ന് മദീനയെ സംരക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിച്ചു. ശത്രു സൈന്യത്തിലെ ഒരു പ്രധാന ഘടകമായ ഗതുഫാൻ ഗോത്ര നേതാക്കളെ വിളിച്ചു വരുത്തി അവരോട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. ശത്രു സൈന്യത്തിലെ വലിയൊരു ശക്തിയായി അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ ഖുറൈശികളെ സാരമായി ബാധിക്കുകയും അങ്ങനെ മദീനയെ നിഷ്പ്രയാസം രക്ഷിക്കാൻ കഴിയുകയും ചെയ്യുമെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണക്കുകൂട്ടൽ. അതിനായി അവർ മദീനയുടെ ഭക്ഷ്യവിളവിൽ നിന്നൊരു വലിയ വിഹിതം പ്രതിഫലമായി നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. അവരെ സമ്മതിച്ച് പിന്തിരിയാൻ തയ്യാറായി. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ വിളിച്ചു ഗത്ഫാൻ നേതാക്കളുമായി നടന്ന സംഭാഷണം വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ തീരുമാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഘോരമായ ശത്രു സൈന്യത്തിന്റെ കടന്നാക്രമണത്തിൽ നിന്ന് മദീനയെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. ഇത് കേട്ട സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു: നബിയെ, ഇത് തങ്ങളുടെ സ്വന്തം തീരുമാനമാണോ അതല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അല്ല, അറബികൾ ഒന്നടങ്കം നിങ്ങൾക്കെതിരെ ഒരേ ഞാണിൽ നിന്നുള്ള അമ്പുകൾ പോലെ ഏകലക്ഷ്യത്തോടു കൂടി പുറപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രതാപം നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ അഭിപ്രായം അനുസരിച്ചെടുത്ത തീരുമാനമാണ് ഇത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: നബിയെ, ഞങ്ങളും അവരും ബിംബാരാധകരും ബഹുദൈവ വിശ്വാസികളുമായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിനെ അറിയുകയോ ആരാധിക്കുകയോ ചെയ്തിരുന്നില്ല. അക്കാലത്ത് പോലും മദീനയിലെ ഒരു ഈത്തപ്പഴം ഞങ്ങളുടെ അതിഥികൾ എന്ന നിലയിലല്ലാതെ അവർ ഭക്ഷിച്ചിട്ടില്ല. ഇന്ന് അള്ളാഹു ഞങ്ങളെ ഇസ്ലാം കൊണ്ട് ആദരിക്കുകയും സന്മാർഗത്തിലാക്കുകയും അങ്ങയെ കൊണ്ട് ഉന്നത നിലവാരത്തിലെത്തിക്കുകയും ചെയ്ത ശേഷം ഞങ്ങളുടെ വിഭവങ്ങൾ അവർ അനുഭവിക്കുകയോ? അള്ളാഹുവാണ് സത്യം, അതിന് യാതൊരു അനിവാര്യതയും ഞങ്ങൾ കാണുന്നില്ല. അവർക്ക് ഈ വാളല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ വക്കലില്ല. അള്ളാഹു ഞങ്ങൾക്കിടയിൽ വിധിച്ചതുപോലെ വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്തിരികയും ഈ വിവരം ഗത്ഫാൻ നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം മദീന വളയപ്പെട്ടു. മുസ്ലിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തൻ്റെ വാളും കുന്തവും എടുത്ത് പുറപ്പെട്ട് യുദ്ധക്കളത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ശത്രുപക്ഷത്തിൽ നിന്ന് ഒരു ശരം അദ്ദേഹത്തിന്റെ കയ്യിൽ പതിച്ചു. രക്തം വാർന്നുകൊണ്ടിരുന്ന വിവശനായ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയനുസരിച്ച് പള്ളിയുടെ സമീപത്തിൽ പ്രത്യേക സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി താമസിപ്പിച്ചു. രോഗശയ്യയിൽ കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു: നാഥാ, ഖുറൈശികളോടുള്ള ഈ സമരത്തിൽ നീ വല്ലവരെയും അവശേഷിപ്പിക്കുന്നുവെങ്കിൽ എന്നെ അവശേഷിപ്പിക്കണമേ. നിന്റെ പ്രവാചകനെ ഉപദ്രവിക്കുകയും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഈ ജനതയോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ സന്തോഷകരമായ കാര്യം എനിക്ക് മറ്റൊന്നുമില്ല. അവരും ഞങ്ങളും തമ്മിലുള്ള സമരം ഇതോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ എനിക്ക് സംഭവിച്ചത് എൻ്റെ രക്തസാക്ഷിത്വത്തിനുള്ള കാരണമാക്കണമേ.
ബനു ഖുറൈളയുടെ വഞ്ചനക്കുള്ള പ്രതികാരം കൺകുളിർക്കെ നോക്കി കാണുന്നതിന് മുമ്പ് നീ എന്നെ മരിപ്പിക്കരുതേ എന്നായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത്. രോഗശയ്യയിൽ അദ്ദേഹം ചെയ്ത പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. 1 മാസത്തിന് ശേഷം അദ്ദേഹം രക്തസാക്ഷിയായി. മരണത്തിന് മുമ്പ് തന്നെ ബനു ഖുറൈള അനുഭവിച്ച ശിക്ഷ കൺകുളിർക്കെ അദ്ദേഹം കാണുകയും ചെയ്തു. ഖന്തക് യുദ്ധത്തിൽ ശത്രുസൈന്യം പരാജയപ്പെട്ടു. ഖുറൈശികൾ നിരാശരായി മക്കയിലേക്ക് മടങ്ങി. ബനു ഖുറൈള ആത്മഹത്യപരമായ കടുത്ത വഞ്ചനയായിരുന്നു ചെയ്തിരുന്നത്. അവരെ മദീനയിൽ അവശേഷിപ്പിക്കുന്നത് ഇസ്ലാമിന് ദോഷമാണെന്ന് ബോധ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളിൽ ഒരു വിഭാഗത്തെ ബനു ഖുറൈളയുടെ അടുത്തേക്ക് അയച്ചു. 25 ദിവസം മുസ്ലിങ്ങൾ അവരെ വളഞ്ഞു. രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവർ മുസ്ലിങ്ങളോട് സന്ധിക്ക് വഴങ്ങി. മരണശയ്യയിൽ കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വിധി തങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് അവർ അറിയിച്ചു. വിധി നൽകാൻ സഅദ് റളിയല്ലാഹു അൻഹു ജീവിക്കുകയില്ലെന്ന് കരുതിയുള്ള കുൽസിതമായ ഒരു നീക്കമായിരുന്നു ജൂതന്മാരുടെ കീഴടങ്ങാനുള്ള ഈ ഒരു നിബന്ധന. ജാഹിലിയ കാലത്ത് അവരുമായി സന്ധിയിലായിരുന്ന സഅദിന്റെ തീരുമാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ അനുസരിച്ച് രോഗശയ്യയിൽ അവശനായി കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആനയിക്കപ്പെട്ടു. മദീന നിവാസികളെ ആകമാനം അപകടത്തിൽ അകപ്പെടുത്തുമായിരുന്ന ബനു ഖുറൈളയുടെ വഞ്ചനകൾ സഅദ് റളിയല്ലാഹു അൻഹു ഒന്നൊന്നായി എണ്ണാൻ തുടങ്ങി. അനന്തരം അദ്ദേഹം ബനു ഖുറൈളയിലെ എല്ലാ യോദ്ധാക്കളെയും കൊന്നുകളയാനും സ്ത്രീകളെ തടവുകാരാക്കാനും വിധി കൽപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുറിവ് കൂടെ കൂടെ മാരകമായി തീർന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു അന്ത്യനിമിഷം തള്ളി നീക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയങ്കരനായ തന്റെ അനുയായികളുടെ ശിരസ് മടിയിലെടുത്തു വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നാഥാ, സഅദ് നിന്റെ മാർഗത്തിൽ സമരം ചെയ്തു, നിന്റെ പ്രവാചകനെ അംഗീകരിച്ചു, തന്റെ ബാധ്യത നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മാവിനെ നീ നന്മയോടുകൂടി സ്വീകരിക്കണമേ. വിടർന്ന പുഞ്ചിരിയോടെ ആ കണ്ണുകൾ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീഴ്ച നോക്കിക്കൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഭജിച്ചു, സഅദേ, തങ്ങൾക്ക് നന്മ വരട്ടെ. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടക്കവേ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അല്ലാഹു മഹാനോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.